കഷണ്ടിക്കും അസൂയയ്ക്കും മരുന്നില്ല എന്ന് പറയുമല്ലേ? പക്ഷേ പഴഞ്ചൊല്ലിനെയൊക്കെ ശാസ്ത്രം തോൽപ്പിച്ചു കഴിഞ്ഞു. അസൂയ അവിടെ നിൽക്കട്ടെ, പക്ഷേ കഷണ്ടിക്ക് ഇപ്പോൾ ചികിത്സയുണ്ട്. ആ ചികിത്സയ്ക്ക് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നവരും ഉണ്ടല്ലേ. എന്നാൽ കഷണ്ടിയിൽ നിന്ന് പണം സമ്പാദിക്കുന്നവർ അധികം ഉണ്ടാകില്ല. എന്താണ് സംഭവമെന്നല്ലേ കണ്ടു നോക്കാം. വിശാലമായി തലയിൽ കൃഷി ചെയ്തൂടെ എന്ന ചോദ്യം കേട്ടും അടുത്താണ് അമ്പലപ്പുഴ സ്വദേശിയായ ഷെഫീഖ് ഹാഷിമിന് തലയിൽ ഒരു പുതിയ ആശയം ഉദിച്ചത്. വലിയ കഷണ്ടിത്തല പരസ്യത്തിനായി വാടകയ്ക്ക് കൊടുക്കപ്പെടുമെന്ന് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടു. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആവശ്യക്കാരുടെ വിളി വന്നു. കഷണ്ടിയിൽ പരസ്യം ചെയ്യാമെന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടപ്പോൾ ഇത്രയും വലിയൊരു റെസ്പോൺസ് കിട്ടുമെന്ന് തോന്നിയിരുന്നോ? ഒരു യൂണിക് ഐഡിയ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാനത് സെർച്ച് ചെയ്തപ്പോൾ, നെറ്റിൽ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ ഇന്ത്യയിൽ ആരും അത് ചെയ്തിട്ടില്ല. പിന്നെ വിദേശത്തൊക്കെ ഒരു ട്രെൻഡുണ്ട്, ഈ ശരീരത്തിൽ ടാറ്റു ആയിട്ട് അഡ്വർടൈസ്മെൻറ്റ് പതിച്ചിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. അപ്പം ശ്രദ്ധിക്കപ്പെടുമെന്ന് എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നു. പരസ്യത്തിന് വേണ്ടി ഒരുപാട് പേര് വിളിച്ചോ? കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തു നല്ലൊരു ബ്രാൻഡ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൊച്ചിയിൽ നിന്ന് ലാഡ് ആൻഡ് സിറ്റ എന്ന് പറഞ്ഞൊരു ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഐറണി എന്ന് പറഞ്ഞാൽ എൻ്റെ കഷണ്ടിയിലോട്ട് നോക്കിയിട്ട് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നുന്നവർക്ക് ചെയ്യാം, അയ്യോ ഇതൊരു സാധ്യതയാണല്ലോ എന്ന് തോന്നുന്നവർക്ക് അങ്ങനെയോ ആവാം. അപ്പോൾ ഇനി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുമോ ഇദ്ദേഹം, അതോ കഷണ്ടിത്തലയിൽ പരസ്യമായിട്ട് തുടരാനാണോ? അതൊരു ചൂസിങ് ആണ്. എനിക്ക് നമ്മൾക്ക് എന്താണോ തോന്നുന്നത് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളൊരു കാര്യം. എന്ന് വെച്ചാൽ ഇത് ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് തോന്നിയാൽ ചിലപ്പോൾ ഞാൻ ചെയ്യും, ഭാവിയിൽ ചെയ്തെന്നിരിക്കാം. ഇതിപ്പോൾ കഷണ്ടി നിലനിർത്തി കഷണ്ടി ഒരു സാധ്യത ആക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയും ചെയ്യും. ഈ കഷണ്ടി കൊണ്ട് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കൂട്ടുകാരെപ്പോഴും കളിയാക്കൽ, അത് പിന്നെ അറിയാമല്ലോ. പിന്നെ പൊതുവെ മലയാളികൾക്ക് കഷണ്ടിയോട് അത്യാവശ്യം വിരക്തിയുള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് കല്യാണാലോചനകളുടെ സമയത്തൊക്കെ കഷണ്ടിയുള്ളവർക്കൊക്കെ പെണ്ണ് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് അനുഭവമുള്ളവർക്ക് മനസ്സിലാവും. ഞാൻ അനുഭവസ്ഥനാണ്. ഇപ്പോഴത്തെ പരസ്യക്കാരുമായി 3 മാസത്തേക്കാണ് കരാർ. നല്ല വാടക കിട്ടിയാൽ അതിനുശേഷം അടുത്തയാൾക്കും കഷണ്ടിത്തല പരസ്യത്തിനായി വിട്ടു നൽകും. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, സ്വന്തം തല ഒരു പരസ്യ ബോർഡാക്കി മാറ്റുകയാണ്. കഷണ്ടിക്ക് ഇത്രത്തോളം സാധ്യതകളുണ്ട് എന്ന് നമ്മളിപ്പോൾ ചിന്തിച്ചു പോകുമല്ലേ? ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഷെഫീഖ് മാതൃഭൂമി കുടുംബാംഗമാണ്. ആലപ്പുഴ ക്ലബ് FM-ലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഷെഫീഖിൻ്റെ ഒരു ബുദ്ധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സമൂഹ മാധ്യമത്തിൻ്റെ ഈ കാലത്ത് നമ്മൾ അല്പം ബുദ്ധി പ്രയോഗിച്ചാൽ ഏത് സാധനവും കൃത്യമായി, ഏത് ഉൽപ്പന്നവും എന്തും കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിലൂടെ കുറച്ച് പണം സമ്പാദിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഷെഫീഖ് ഇതിലൂടെ, അല്ലെങ്കിൽ തൻ്റെ കഷണ്ടിത്തല വാടകയ്ക്ക് നൽകിയതിലൂടെ നമ്മളോടെല്ലാം മനസ്സിലാക്കി തരുന്നത്. എന്തായാലും വിദേശത്തൊക്കെ സാധാരണ നിലയിൽ ഇത്തരത്തിൽ ശരീരത്തിലുമൊക്കെ ടാറ്റു പരസ്യത്തിന് വേണ്ടി നൽകാറുണ്ട്, കഷണ്ടിത്തലയും ഒക്കെ നൽകാറുണ്ട്. കേരളത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കാം ഇത്തരത്തിൽ കഷണ്ടിത്തല വാടകയ്ക്ക് നൽകുന്നത്. ഇപ്പം എൻ്റെയൊക്കെ ഒരു ആശങ്ക, ഒരു 3-4 വർഷം കൂടി കഴിയുമ്പോൾ കഷണ്ടിത്തലയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. പൊതുവേ കഷണ്ടിയുള്ള മനുഷ്യരാണെങ്കിലും, കഷണ്ടി വരുമോ എന്ന ആശങ്കയുള്ള മനുഷ്യരാണെങ്കിൽ പോലും അവർക്ക് ഈ കഷണ്ടിത്തല കൊണ്ട് നടക്കുക എന്നുള്ളത് അല്പം വിഷമമുള്ള കാര്യമാണ്. അവർക്കല്ല വിഷമം, കാരണം നമ്മൾ എവിടെ ചെന്നാലും ഇപ്പം എൻ്റെ മുടി പൊഴിയാറുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ മുടിയെല്ലാം പൊഴിഞ്ഞു പോവുകയാണല്ലോ എന്ന് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ അങ്ങ് തകർന്നു പോകുന്ന രീതിയിലാണ് പൊതുവേ സംസാരിക്കാറുള്ളത്. എന്ന് മാത്രമല്ല, ഈ കഷണ്ടിയുള്ള ആളുകളോടും ഇത്തരത്തിൽ സംസാരിക്കുമ്പോൾ അവർക്ക് ഈ ബോഡി ഷെയ്മിങ് തന്നെയാണ് ഒരു അർത്ഥത്തിൽ മൊട്ടയാണല്ലോ എന്ന് പറയുന്നത് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ പല സഹപ്രവർത്തകർ അത്തരം ഉള്ള ചോദ്യങ്ങൾ മടുത്തതുകൊണ്ടായിരിക്കാം പലരും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുണ്ട്, ചിലർ വിഗ് വെക്കുന്നുണ്ട്. എന്തായാലും അത് അവരുടെ കോൺഫിഡൻസ് ലെവല് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അതൊന്നും ഓരോരുത്തരുടെ പേഴ്സണലായിട്ടുള്ള കാര്യമാണ്. അതിൽ കൂടുതൽ ആളുകൾ അതിലേക്ക് ഇടപെടാതിരിക്കുക, അവരെ വിഷമിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു നല്ലതായ കാര്യം. എന്തായാലും ഷെഫീഖിൻ്റെ മാതൃക ഇത്തരത്തിൽ കഷണ്ടിത്തല എന്തിനു കൊള്ളാം, അല്ലെങ്കിൽ കഷണ്ടിത്തല സങ്കടത്തോടുകൂടി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഷെഫീഖിന് ഒരു 3 മാസം കൊണ്ടൊരു 1,00,000-നടുത്ത് രൂപ പ്രതിഫലമായി ലഭിച്ചിട്ടുണ്ട്. വെറുതെ ഒരു പരസ്യം, അത് ടാറ്റു ഒട്ടിച്ചിരിക്കുന്നത് തന്നെ അത് ഒരു അതായത് ഒരു റിമൂവർ തേച്ചാൽ പോകുന്ന ടാറ്റു ആണ്. അതുകൊണ്ട് അത്ര ഒരു വേദനയൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നല്ല കഷണ്ടിയുള്ള ആളുകൾ ഇത്തരത്തിൽ തല മാർക്കറ്റ് ചെയ്താൽ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയും ഒപ്പം തന്നെ നമ്മുടെ സമ്പത്ത് കൂടുകയും ചെയ്യും.